ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പൊ തമിഴിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേവിയുടെ കള്ളത്തരം പിടിച്ച സംഭവങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആനന്ദ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കൂട്ടുകാരൻ്റെ കൂടെ പോകുമ്പോഴാണ് ദേവി ആ ഹോട്ടലില് ഒരു അതായത് അവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ കൂട്ടുകാരൻ നമ്മുടെ ആനന്ദിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് കേട്ടോ. നിന്റെ ഭാര്യ 1.5 മാസമായിട്ട് ഇവിടെ ജോലിക്ക് വരുവാണ്, അതുപോലും അറിയാത്ത ഒരു മന്ദബുദ്ധിയായി പോയൊരു ആനന്ദ് നീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുന്നുണ്ട്. ശേഷം വീട്ടിൽ വന്നിട്ട് ആനന്ദ് ഇക്കാര്യം ആരോടും തന്നെ പറയില്ല കേട്ടോ. അങ്ങനെ ദേവിയുടെ അങ്ങനെ മിണ്ടത്തൂല. അപ്പൊ ദേവി പറഞ്ഞു, ആനന്ദേട്ടാ എന്നോട് ക്ഷമിക്കണം ആനന്ദേട്ടാ, ഞാൻ വേറൊരു ജോലി ആകണ വരെ ഇവിടെ നിക്കാന്നാണ് വിചാരിച്ചത് എന്ന് പറയാണ്. ആനന്ദ് ചോദിക്കണ്ടേ, എന്തിനാ ദേവി വേറെ ജോലി ആവണ വരെ ഒരു കടയിൽ പോയി നിക്കണത്? നീ കടയിൽ നിക്കണതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഹോട്ടലിൽ നിന്നാലും അതിൻ്റെതായിട്ടുള്ള മാന്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നീ കള്ളം പറഞ്ഞിട്ടാണ് ഹോട്ടലിൽ പോണത്. നീ എപ്പോഴും എന്നോട് വലിയൊരു IT കമ്പനി കാണിക്കും, എന്നിട്ട് പറയാം അവിടെയാണ് നീ ജോലിക്ക് പോണത് പറഞ്ഞിട്ട് എന്നെ പൊട്ടനാക്കുമായിരുന്നു. ഞാനും ഒരു പൊട്ടനെ പോലെ രാവിലെ നിന്നെ കൊണ്ടാക്കും, വൈകുന്നേരം നിന്നെ കൊണ്ടുവരാൻ വേണ്ടി IT കമ്പനിയുടെ ഫ്രണ്ടിൽ നിൽക്കും. നീയോ ഹോട്ടലിൽ പോയിട്ട് ജോലി ചെയ്ത് വേഗം IT കമ്പനിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും എന്നെ പൊട്ടനാക്കായിട്ട്. ഇതൊക്കെ കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കണതെന്ന് ചോദിക്കുകയാണ്. നീക്ക് ജോലി ഇല്ലാന്നാണെങ്കിൽ വീട്ടിലിരുന്നൂടായിരുന്നോ? നിനക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ 2 മാസം സമയം എടുക്കും. ആ സമയം വരെ നിനക്ക് വീട്ടിലിരിക്കാൻ പാടില്ലേ? അത് കഴിയുമ്പോഴേക്കും നിനക്ക് സർട്ടിഫിക്കറ്റ് നിനക്ക് നല്ല ജോലിയിൽ പോകാലോ, അല്ലെങ്കിൽ ആ സ്കൂളിൽ തന്നെ നിനക്ക് ജോലിക്ക് പോകാലോ എന്ന് പറയാണ്. അത് ശരിയാണ്, പക്ഷേ സത്യം പറ ദേവി, നീ ഇതല്ലാതെ വേറെ എന്തിനും കള്ളം എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിയുടെ മുഖമൊക്കെ ആകെ മാറുന്നു കേട്ടോ. ആനന്ദ് വീണ്ടും വീണ്ടും ചോദിക്കാണ്, സത്യം പറ ദേവി, നോക്ക്, ഈ കള്ളമേ ഞാൻ ക്ഷമിക്കില്ല. പിന്നെ ആദ്യമായിട്ട് മാത്രം നിന്നോട് ഒരേ ഒരു വട്ടം മാത്രം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ നീ ഇനി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എല്ലാം ഓപ്പൺ ആയിട്ട് എന്നോട് പറ. അതല്ല ഞാനായിട്ടാണ് ആ കള്ളത്തരം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദേവി നീ നോക്കിക്കോ, നീയും ഞാനും തമ്മിൽ പിന്നെ ഒരു ബന്ധവും ഉണ്ടാവില്ല. ആരൊക്കെ പറഞ്ഞാലും, അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ പോലത്തെ ഒരു പെണ്ണിനെ വേണ്ട. അതുകൊണ്ട് നീ സത്യം പറ, നീ വേറെ എന്തെങ്കിലും കള്ളം എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എടുത്ത വൈകി ദേവി പറയുന്നുണ്ട്, ഇല്ല ഇല്ല എന്ന് പറയണോ? ഉറപ്പാണല്ലോ? പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ? ഇല്ല ആനന്ദേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞ ആനന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ പിന്നെ ആനന്ദ് പിന്നെ ദേവിയുടെ അങ്ങനെ സംസാരിക്കാറേ ഇല്ല കേട്ടോ. വരും, റൂമിൽ വരും, കിടന്നുറങ്ങും, കടയിൽ പോകും, അങ്ങനെ കിടന്നുറങ്ങും, ഭക്ഷണം കഴിക്കും, കടയിൽ പോകും. ദേവിനെ നോക്കുകയില്ല, സംസാരിക്കില്ല. അങ്ങനെ ദേവിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അങ്ങനെ ഒരു ദിവസം കട അടച്ചിട്ട്, ഞായറാഴ്ച ദിവസം കട അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ ദേവിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനന്ദിനെ മാത്രം കാണുന്നില്ല. അപ്പൊ ബാലനോട് ചോദിക്കേണ്ട, അച്ഛ ആനന്ദേട്ടൻ എവിടെ വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോ, ആനന്ദ് ഇന്നൊരു ചരക്ക് വരുന്നുണ്ട്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. പക്ഷെ അത് കഴിയേണ്ട സമയമായല്ലോ, അവൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ല അച്ഛ എന്ന് പറയാണോ? അവന്റെ ചിലപ്പോൾ വല്ല കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മോള് ഭക്ഷണം കഴിച്ചോ എന്ന് പറയാണ്. ഇല്ല ഞാൻ കഴിച്ചില്ല, ആനന്ദേട്ടൻ വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു. അത് കുഴപ്പമില്ല, ആനന്ദ് വന്നോളൂ, മോള് കഴിച്ചോ എന്ന് പറയാണ്. അങ്ങനെ ദേവി റൂമിലേക്ക് പോയിട്ട് ആനന്ദിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആനന്ദ് എവിടെ വെച്ചാൽ ഇവിടെ ഈ കടയിൽ സ്റ്റോക്ക് ഒക്കെ വെക്കുന്ന ചെറിയൊരു റൂം ഉണ്ട്. അപ്പൊ ആ റൂമിലാണ് ആനന്ദ്, അവിടെ ചെറിയൊരു ഡെസ്ക് ഉണ്ട്, അവിടെ കിടക്കുമായിരിക്കും. അപ്പൊ ആനന്ദിനെ ഇങ്ങനെ വിളിക്കേണ്ട, ആനന്ദേട്ടാ എവിടെയാണ് ആനന്ദേട്ടാ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എവിടെയാണെങ്കിലും നിനക്ക് എന്താ ദേവി എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിന്നെ പോലെ കള്ളം പറഞ്ഞ എവിടെ പോയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആനന്ദേട്ടാ നിങ്ങൾ ഇങ്ങനെ പറയില്ല, ഞാൻ ശരി ഞാനൊരു കള്ളം പറഞ്ഞു, പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ ഞാൻ ദ്രോഹിക്കില്ല, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു ആനന്ദേട്ടാ, നിങ്ങൾ ഒന്ന് വീട്ടിലേക്ക് വാന്ന് പറയാണ്. ദേവി ഞാനൊരു കാര്യം നിന്നോട് പറയാണ്, അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയാണ്, നീ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ ദേവി ഇതല്ലാതെ എന്നോട്? അപ്പൊ ദേവിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷെ പറയുകയാണെങ്കിൽ എല്ലാം പറയേണ്ടി വരുമല്ലോ. അപ്പൊ ദേവി ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ആനന്ദ് ചോദിക്കുന്നുണ്ട്, ശരി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിന്റെ സർട്ടിഫിക്കറ്റ് എപ്പോ കിട്ടും? 1 മാസത്തോളം കിട്ടില്ല. അപ്പൊ 1 മാസം കണ്ട് നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നിനക്ക് വേറൊരു ജോലിക്ക് ഞങ്ങൾക്ക് നോക്കാം. അല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നീ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ആനന്ദേട്ടാ അപ്ലൈ ചെയ്തില്ല. അന്നൊരു കാര്യം ചെയ്യും, നാളെ ഞാനും നീയും കൂടി നീ പഠിച്ചു സ്കൂളിലേക്ക് പോകുവാണ്, ആ സ്കൂളിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. നീ ആദ്യം എന്നോട് പറഞ്ഞു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തെന്ന്, പക്ഷെ നീ ഇപ്പൊ പറഞ്ഞു അപ്ലൈ ചെയ്തിട്ടില്ലെന്ന്. വീണ്ടും വീണ്ടും നീ കള്ളം പറയാണ് ദേവി. ആനന്ദേട്ടാ അതാ അപ്പത്തെ വെപ്രാളത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്ന് ചോദിക്കുകയാണ്. ദേവി ആണെങ്കിൽ ആകെ വിറച്ചു പോവാട്ടോ. കാരണം M.Tech ആണ്, M.Com ആണ്, അതാണ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചല്ലോ. അപ്പൊ ദേവി ആകെ വിറച്ചു പോവാ. പറ ദേവി നീ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിക്കുകയാണ്. ദേവി ആണെങ്കിൽ സാധാരണ ഒരു ഹയർ സ്കൂളിലാണ് പഠിച്ചത്, 10 കഴിഞ്ഞിട്ട് പഠിച്ചിട്ടുമില്ല. അപ്പൊ ദേവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ നീ പഠിച്ച സ്കൂളിൽ നിനക്ക് ഓർമ്മയില്ലേ എന്ന് ആനന്ദ് ചോദിക്കുകയാണ്. അത് ആനന്ദേട്ടാ എന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യം ചെയ്യും, നാളെ നീ ഒരു 10 മണിയാകുമ്പോഴേക്കും റെഡി ആയിട്ടിരിക്കുക. നാളെ മൺഡേ അല്ലേ, സ്കൂളുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്തായാലും സ്കൂളുകളൊക്കെ ഉണ്ടാവും, സുഖമായിട്ട് നമുക്ക് സ്കൂളിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം, ഒരു അപ്ലൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറയണം. നിന്റെ ഹെഡ് മിനിസ്റ്റർ ഒക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് പണിയായിരിക്കും. നീ ഒരുപാട് മുമ്പ് പാസ് ഔട്ട് ആയതല്ലേ, അല്ല നീ ഏത് വർഷം പാസ് ഔട്ട് ആയത് എന്ന് ചോദിക്കുകയാണ്. ദേവിക്ക് അങ്ങനെ ഏത് വർഷം പാസ് ഔട്ട് എന്ന് പറയാൻ പോലും അറിയില്ല, കാരണം പാസ് ഔട്ട് ആയിട്ടേ ഇല്ല, കോളേജിൽ പോയിട്ടില്ല, പിന്നെ എങ്ങനെ പാസ് ഔട്ട് ആവുന്നേ?
എന്താ ദേവി അതുപോലും നിനക്ക് ഓർമ്മയില്ലേ? നീ ഡിഗ്രി കണ്ടിട്ട് അത്ര വലിയ വർഷമൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ എത്ര വർഷമാ നിനക്ക് ഓർക്കാൻ ഇത്ര ആലോചിക്കാൻ എന്താ ഇത്ര താമസം ചോദിക്കാണ്. അത് ആനന്ദിட்ட പെട്ടെന്ന് ഇങ്ങനെ വെപ്രാളത്തിൽ ഓരോന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ശരി, എല്ലാം പോട്ടെ, നാളെ നീ പഠിച്ച ആ ഒരു കോളേജിലേക്ക് പോകുന്നു, സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, 1 മാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, നീ നല്ലൊരു IT കമ്പനിയിലോ അല്ലെങ്കിൽ നിനക്ക് നേരത്തെ പോലെ തന്നെ ടീച്ചറാവാണെങ്കിൽ ടീച്ചറാവാൻ പഠിപ്പിക്കാനോ എവിടെ വെച്ചാൽ നീ പോയിക്കോ, ഒരു കുഴപ്പമില്ല. അതിലെ PSC ടെസ്റ്റും കാര്യങ്ങളൊക്കെ മീനാക്ഷി പറഞ്ഞ പോലെ എഴുതണമെന്നുണ്ടെങ്കിൽ നീ അതും എഴുതിക്കോ എന്ന് പറയാണ്. ദേവി ശരി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആനന്ദ് വീണ്ടും വീണ്ടും ചോദിക്കാണ്, സത്യം പറ, നീ ഇവിടെയും പോയിട്ടില്ലല്ലോ, കള്ളം പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? ഇല്ല ആനന്ദേട്ടാ, കള്ളം പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാണ്. പക്ഷെ ദേവിക്ക് ആകെ വെപ്രാളം തോന്നുന്നു. ടീച്ചർ നാളെ എന്നെ എവിടെ കൊണ്ടുപോകും ആനന്ദേട്ടന്? ഞാൻ പഠിച്ച എങ്ങാനും ആ ക്ലാസ്സിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ ഹൈസ്കൂൾ വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. ഡിഗ്രി +2 പോയിട്ട്, ഡിഗ്രി പോയിട്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്, അത് എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായെന്നും പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒരു കാര്യമുള്ളൂ, അമ്മയും അച്ഛനും അവരെല്ലാം നീ കുഴി കൊണ്ട് ചാടിച്ചത്, അവരെല്ലാം എന്നെ കള്ളം പറഞ്ഞിട്ട് ഇവിടേക്ക് എത്തിച്ചത്. അപ്പൊ അവര് തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. അതെ, അമ്മേനെ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീകരനെ വിളിക്കുകയാണ് നമ്മുടെ ദേവി. അമ്മേ എന്താടി മോളെ, എന്താ വിളിച്ചത്, എന്താ ചോദിക്കുമ്പോഴേക്കും, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നോക്ക്, നാളത്തോടെ ഞാനും ആനന്ദേട്ടനും നമ്മളെ ബന്ധം പോകുവാണ്. ബന്ധം പോകുവാണെന്നോ? എവിടെ പോവാണെന്ന്? അമ്മേ, ബന്ധം മുറിയുവാണെന്ന്. ഞാൻ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ പോവാ. അതൊന്നും പറ്റില്ല, നിന്നെ അവിടെ കഷ്ടപ്പെട്ട് കെട്ടിച്ചിട്ടത് ഇവിടെ വരാനാണോടി? അതെ, നാളെ ആനന്ദേട്ടൻ പറഞ്ഞേ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പഠിച്ച ക്ലാസ്സിലേക്ക് പോകണോന്നാ പറഞ്ഞത്, ആ കോളേജിലേക്ക് പോകണോന്നാ പറഞ്ഞത്. അങ്ങനെ വരട്ടെ. അപ്പൊ നാളെ നീ പഠിച്ച കോളേജിലേക്ക് ആനന്ദിനെ കൊണ്ടേ കാണിക്കണം. നീ ഒരു കാര്യം ചെയ്യും, അടുത്ത ഏതെങ്കിലും നല്ലൊരു കോളേജ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടേ കാണിക്കേ. എന്റെ അമ്മയെ, കോളേജിൽ കാണിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഹെഡ് മിസ്റ്ററെ കാണാൻ വേണ്ടി പറയില്ലേ? എന്റെ മോളെ, നീ ഒരു കാര്യം ചെയ്യും, നാളെ കോളേജിൽ പോണ്ട, തലകറക്കോ പനിയോ എന്തെങ്കിലും പറഞ്ഞിട്ട് നീ അവിടെ കിടക്ക്. അമ്മേ, ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആനന്ദേട്ടൻ പോയാലും അവിടെ പോയി കഴിഞ്ഞാൽ കോളേജിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് വരും, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. എന്റെ ഇടവൊക്കെ ഇപ്പൊ ആനന്ദേട്ടനെ മനസ്സിലായി, ആനന്ദേട്ടനോട് സംസാരിക്കാറ് പോലില്ല ഇപ്പൊ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നാളെ ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛനോ പെട്ടെന്നൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അർജന്റാ, അങ്ങനെ പറഞ്ഞിട്ട് നിന്നെയും ആനന്ദിനെ പിടിച്ചു നിർത്തിപ്പിക്കാം. അമ്മേ, ഈ കള്ളം പറഞ്ഞ എനിക്ക് മടുത്തു അമ്മേ. ഈ അമ്മ കാണാൻ ഇപ്പൊ കള്ളം പറഞ്ഞ് സത്യം ഏതാണ് കള്ളം ഏതാന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എടി മോളെ, നോക്ക്, ഇത് ഫലിക്കും. എത്ര ദിവസം അമ്മേ? 1, 2, 3 ദിവസം, പോട്ടെ ഒരാഴ്ച, അത് കഴിഞ്ഞ പിന്നെ സർട്ടിഫിക്കറ്റ് ചോദിക്കും. നിന്റെ ഭർത്താവിന് എന്താ നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ തൃപ്തി ആവുള്ളൂ എന്നാണോ? അല്ലെങ്കിൽ നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടി വരും, എന്തെങ്കിലും കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിക്കേണ്ടി വരും. ദേ അമ്മേ, നിർത്തിക്കോ കള്ളത്തരം, അതുപോലെ തന്നെ ഇനി മുതൽ കാപട്യം ഒന്നും എനിക്കിനി പറ്റില്ല. സത്യം അറിയണമെങ്കിൽ അറിയട്ടെ, അത്ര തന്നെ. അത് മറ്റേ ദേവി ഫോൺ കട്ടയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന തമിഴിലെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദും ദേവിയും കൂടി ദേവി പഠിച്ച കോളേജിലേക്ക് പോകാൻ പോവാണ്. പക്ഷെ ദേവി പഠിച്ചത് സാധാരണ ഒരു ഗവൺമെന്റ് UP ഹൈസ്കൂൾ അങ്ങനത്തെ ഒരു റേഞ്ചിലേക്കാണ് പഠിച്ചിരിക്കുന്നത്. അത് നമുക്ക് അറിയോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നാളെയോ മറ്റന്നാളോ വരാൻ പോകുന്ന പ്രൊമോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.